ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 13 റിവ്യൂ പറയാനായി. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് മോർണിംഗ് സോങ് ഇടുന്നു, എല്ലാവരും ഉണർത്താൻ വേണ്ടിയിട്ട്. ഇന്നത്തെ സോങ് ഒരു സൽപുത്രൻ പിറന്നട പണ്ടേ മഹാ അധ്യായം തുടങ്ങിയിടുമെന്ന് നമ്മുടെ ആവേശത്തിലെ സോങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് 6 മണിക്കാണ് വേക്കപ്പ് സോങ് ഇട്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ഫാൻസ് പോൾ ഉണ്ട്. അതിൽ വേക്കപ്പ് സോങ് എത്ര മണിക്ക് ഇടണം എന്നുള്ളതിന് കൂടുതൽ വോട്ട് കിട്ടിയത് 6 മണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ വായിക്കുമ്പോൾ നമ്മുടെ ജിസേൽ അടുക്കളയിൽ നിന്ന് പറയുന്നുണ്ട്, ജിസേലും രേണുസുധിയുണ്ട്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഫാൻസിനോട് പ്രേക്ഷകരോട് വന്നിട്ട് ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാൻ പറയും, ഇത്ര നേരത്തെ നമ്മളെയൊക്കെ ഉണർത്തിയിട്ടെന്ന് പറയുന്നുണ്ട്. അടുത്തത് നമ്മുടെ അനീഷിന് പാട്ടൊക്കെ ഇട്ടല്ലോ, ഇനിയൊരു വഴക്ക് വേണമല്ലോ. അപ്പം ചുറ്റും ഇങ്ങനെ നോക്കി ഇതേ കിടക്കുന്നു മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ പോലെ ഒരു ചൂല് അവിടെ കിടക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസ് ഒരു ചൂല് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവർ വാഷ്റൂം സൈഡും ക്ലീൻ ആക്കുന്നത്. അതേ ചൂല് വെച്ചിട്ടാണ് കിച്ചണും ക്ലീൻ ആക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് ആരോ കൊണ്ട് അവിടെ ഇട്ടേക്കാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ആ വള്ളി കയറി പിടിക്കാമെന്ന് കരുതിയിട്ട് അനീഷ് പിടിക്കുന്നുണ്ട്. ബിന്നിനോട് ചോദിക്കുന്നുണ്ട് അനീഷ്, നിങ്ങൾ ഏത് ടീമാണ് ബിന്നി ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ഞാൻ വാഷ്റൂം ടീമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനീഷ് പറയുന്നുണ്ട് വാഷ്റൂം ടീമാണോ, അപ്പോൾ ഈ ചൂല് എവിടത്തെയാ, അത് വാഷ്റൂം ക്ലീൻ ചെയ്യുന്നത്, ഇത് ആരവിടെ കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് പോകണം പറയുന്നത്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഞാനല്ല അത് അവിടെ കൊണ്ടുവന്നിട്ടത്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമില്ല, ആരാണോ കൊണ്ടുവന്നിട്ടത് അവരോട് കൊണ്ടുപോയി ഇടാൻ പറ, ഇത് വാഷ്റൂം കഴുകണതാണ് അല്ല ക്ലീൻ ആക്കണതാണെന്ന് എന്താ നിങ്ങൾക്ക് അറിയില്ലേ, ആരാ ഇത് അടുക്കളയിൽ കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞതെന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. കുറേ സമയം അതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഒരു വള്ളി പിടിക്കണം, അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അനീഷ്. ആദ്യത്തെ പോലെ വലിയ വള്ളികളൊന്നും കയറി പിടിക്കണില്ല, ചെറിയ ചെറിയ കാര്യങ്ങളെ ഇപ്പൊ കിട്ടണുള്ളൂ തോന്നുന്നു അനീഷിന്. അപ്പൊ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ പണിപ്പുര ടാസ്ക് ആണ്. പണിപ്പുര ടാസ്കിൽ എന്താന്ന് വെച്ചാൽ 5 പേർക്ക് ഒരുമിച്ച് പണിപ്പുരയിലേക്ക് കയറാവുന്നതാണ്. 10 സെക്കൻഡാണ് കൊടുക്കുക. ഇതൊരു സുവർണ അവസരമാണ് എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറയണത്. എന്നിട്ട് മറ്റേ നമ്മുടെ ഓണിയൽ സാബുവിൻ്റെയും ഷാരിഖൻ്റെയും പോയിന്റ് ഉണ്ടല്ലോ 1000, അതും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. പുറത്തേക്ക് വരുമ്പോൾ ഇതിന് കൂടുതൽ സാധനങ്ങൾ എടുക്കരുത്, പിന്നെ സമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങുകയും വേണം. അപ്പോൾ ഈ 5 പേര് കയറുമ്പോൾ ഞാൻ ആലോചിച്ചു, ഒരുമിച്ച് കയറിയിട്ട് എങ്ങനെ ഒരുമിച്ച് പുറത്തിറങ്ങുക, ഒരു തിരക്ക് വരുമല്ലോ, അപ്പോൾ അത് പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർ നല്ല പ്ലാനിങ് ആയിട്ട് ചെയ്തു. 2 പേര് ഡോറ് തുറന്നു വെച്ചു, 3 പേര് കയറി സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ കുറച്ച് സാധനമൊക്കെ അവർക്ക് അതിൽ കിട്ടി. ഫസ്റ്റ് കയറിയ 5 പേര് ആരാണെന്ന് വെച്ചാൽ ആര്യൻ, ഷാരിക, റെന, സരിക, ശൈത്യ, ഇവർ 5 പേരാണ് കയറിയത്. പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിൽ കൂടുതൽ എല്ലാവരും പറഞ്ഞത് ആര്യൻ, അഭിലാഷ്, ജിസേൽ. ആര്യൻ ഗെയിമൊക്കെ നന്നായി കളിക്കുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. ജിസേലിനും അത് തന്നെയാണ് പറഞ്ഞത്, നന്നായി കളിക്കുന്നുണ്ട്. അഭിലാഷ് പിന്നെ എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെട്ട് ഒരു വിഷയം വരുമ്പോഴും അതൊന്ന് സംസാരിച്ച് തീർക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ആയാൽ എന്താണ് എന്നറിയണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. ക്യാപ്റ്റൻസി തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്തത് കാണിക്കുന്നത് പണിപ്പുരയിലേക്ക് കയറാനുള്ള 2ാമത്തെ ഘട്ടമാണ്. ബാക്കിയുള്ള 1500 പോയിന്റിനാണ് ഇവർ കയറേണ്ടത്. 10 പേർക്ക് കയറാം. അങ്ങനെ ഇവർ കയറി ഓടിപ്പോയി. അതുപോലെ തന്നെ 2 പേര് തുറന്നു വെച്ചു, ഓരോരുത്തരായി കയറി ഇവർ എണ്ണനേക്ക് കറക്റ്റ് എണ്ണം പിടിച്ച് പുറത്തേക്ക് ചാടി ഇറങ്ങി. ജിസേൽ വീഴുകയൊക്കെ ചെയ്ത് ചാടി ഇറങ്ങിയിട്ട്. പക്ഷെ ഇവർക്ക് കുറേ സാധനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് പേരുടെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, മട്ടൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പണിപ്പുരയിൽ നിന്ന്. ശേഷം വന്നതാണ് നമ്മുടെ ജയിൽ നോമിനേഷൻ. ജയിൽ നോമിനേഷനിൽ കൂടുതൽ വന്നത് രേണുവിനാണ്. ടാസ്ക് ചെയ്യുന്നില്ല, ആക്റ്റീവ് അല്ല എന്നാ പറഞ്ഞത്. പിന്നെ നിവീനു പറഞ്ഞ ഇതും റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാം തമാശ രീതിയിലാണ് കാണുന്നത്, ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ല. വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ട് കൂടെ അതിലേക്കൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നിവീനും പറഞ്ഞ്. പിന്നെ വന്നത് ഈ സരികക്കാണ്. സരികക്ക് പറഞ്ഞ ഇഷ്യൂവും ഇത് തന്നെയാണ്, ആക്റ്റീവ് അല്ല, ഒന്നുകൂടെ കൂടുതൽ ആക്റ്റീവ് ആവണം എന്നുള്ള രീതിയിൽ. പിന്നെ 4 വോട്ട് വന്നത് അനുവിനാണ്. അനുവിന് വന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ജിസേലിനെ കാണിക്കുന്നത് കൊണ്ട് എല്ലാവരും ഈ ബോയ്സൊക്കെ അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് അനുവിനൊരു 4 വോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജയിൽ ടാസ്കിൽ വന്ന നോമിനേഷനിൽ പ്രധാനപ്പെട്ട ചില നോമിനേഷൻസ് ഞാൻ പറയാം.
അനുമോള് വന്നിട്ട് പറഞ്ഞത് ജിസേലിനെയാണ്. ജിസേലിനെ പറയാൻ പാടില്ല, കാരണം ജിസേലിനെ നമ്മൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇത് തിരഞ്ഞെടുത്ത ആളാണ്. എന്നിട്ട് അനുമോൾ ഓടി വന്നിട്ട് ജിസേലിനെ പറഞ്ഞത് എല്ലാവരും കൂടെ കൂവലും വിളിയും. എന്തിനാണ് ജിസേലിനെ ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്ര അധികം റൂൾ ബ്രേക്ക് ചെയ്യുന്ന ആൾ ജിസേലാണ്. പിന്നെ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാവണില്ല. എന്തായാലും ലാലേട്ടൻ വന്നിട്ട് അതിനൊരു പരിഹാരം കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇത്ര എന്താ പറയുക, ആ ബോയ്സ് മുഴുവൻ അവളുടെ കൂടെയാണ്, ജിസേലിൻ്റെ കൂടെയാണ്. ഒന്നും അവൾക്കെതിരെ ആർക്കും ഒന്നും പറയാനില്ല, അതാണ് ഇരിക്കുന്നത്. എന്നിട്ട് കൂവലൊക്കെ കഴിഞ്ഞ് അടുത്തത് വന്നത് നമ്മുടെ അക്ബറാണ്. അക്ബർ വന്നിട്ട് പറയുന്നത് രേണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ തല വെട്ടിക്കളഞ്ഞാലും രേണുവിനെ ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേൽ വന്നിട്ടാണ് പറയണത്. ജയിലിൽ വേണ്ടത് കള്ളനാണ്, അനുമോള് കള്ളിയാണ്, അപ്പോൾ അവളെയാണ് ജയിലിലേക്ക് വിടേണ്ടത്. ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കട്ടിട്ട് പോകും, അതുപോലെ എൻ്റെ സാധനങ്ങളൊക്കെ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ബെഡിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ജിസേൽ ഇപ്പോഴും ജിസേലിൻ്റെ പ്രൊഡക്ട്സ് കൊണ്ടുപോയത് അനു മാറ്റി വെച്ചിരിക്കുന്നുള്ള വിശ്വാസത്തിലാണ് തോന്നുന്നത്. അത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്രൂസ് തന്നെയാണ് വന്നിട്ട് കൊണ്ടുപോയത്. അത് പുള്ളിക്കാരി അനു ആണ് എന്നുള്ള രീതിയിൽ ഇവർ സ്റ്റാർട്ടിങ് തുടങ്ങിയ ആ ഇന്നറിൻ്റെ വിഷയത്തിൽ തുടങ്ങിയ അടിപിടിയാണ്. പറയുന്നുണ്ടെങ്കിലും ഒന്നും തീർന്നില്ല. രണ്ടുപേരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഞാനൊരു ക്രീം കൊണ്ടുപോയി ബാത്റൂമിൽ വെച്ചതാണ് കുളിക്കാൻ സമയം, പിന്നെ ആ ക്രീം കാണാനില്ല, പിന്നെ കണ്ടത് അനുമോളുടെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞു അത് നിന്റെ ക്രീം അല്ലല്ലോ, നിനക്ക് ക്രീം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞു. അപ്പുറത്തുനിന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അത് ബിഗ് ബോസ് അനുവദിച്ചതാണോ നിങ്ങൾക്ക് ആ ക്രീം യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജിസേലിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കട്ടെടുത്ത് കൊണ്ടുപോയി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ്. അതായത് ജിസേൽ ആര്യൻ്റെ എടുക്കണത് മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് അവളുടെ കഴിവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അത് പാടില്ല, അങ്ങനെ ബിഗ് ബോസ് അനുവദിക്കാത്ത കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് എനിക്കറിയില്ല, ഞാൻ കൊടുത്തതല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അങ്ങനെ ഞാനത് ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളായിട്ട് ഇവരിവിടെ ബീട്രൂട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊന്നും വേണ്ട വെക്കണം. അപ്പം ഷാനവാസ് പറഞ്ഞു അത് ബിഗ് ബോസ് പറയണം, അത് മേക്കപ്പ് സാധനങ്ങളല്ല, അവർ പച്ചക്കറികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നതാണ്, അല്ലാണ്ട് അവർ വേറെ ആരുടെ മേക്കപ്പ് സാധനങ്ങളൊന്നും വന്ന് എടുക്കണില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോളിന് ഇങ്ങനെ റൊട്ടി ഒളിപ്പിച്ചിട്ട് കൊണ്ടുപോയി ഞാൻ ഫുഡ് ഉണ്ടാക്കണ ടൈമിൽ എന്നൊക്കെ. അങ്ങനെ ഒരു കാര്യം നമ്മൾ ലൈവിലും കണ്ടിട്ടില്ല, എപ്പിസോഡിലും കാണിച്ചിട്ടില്ല. ഇത് ജിസേൽ വെറുതെ അനുമോളിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈവിൽ കാണണമല്ലോ. അപ്പോഴത്തേനും അനുമോൾക്ക് ദേഷ്യം വന്നു, നീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ തട്ടി, ജിസേലും അങ്ങോട്ടും തട്ടി. അതിന് ലാസ്റ്റ് അനുമോൾ ഭയങ്കരമായി കരയുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വാഷ്റൂമിൽ പോയപ്പോൾ പിന്നെ ആ കൈ തട്ടിയതിനെ എന്നെ അവള് അറ്റാക്ക് ചെയ്തു, അടിച്ചു എന്നുള്ള രീതിയിലാക്കി. ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്, പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. പെട്ടെന്ന് പോയത് നമ്മുടെ നൂറ, ആദില, ശൈത്യ അവരൊക്കെയാണ് പെട്ടെന്ന് പോയി പിടിച്ചത്. ഈ ജിസേലിൻ്റെ അടുത്ത് തന്നെയാണ് നിവീൻ ഇരിക്കുന്നത്. നിവീൻ ഒന്ന് പിടിച്ചു മാറ്റുക ഒന്നും ചെയ്യണില്ല, നിവീൻ ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കണേ. ഈ അനുമോള് കരയണത് കണ്ടിട്ട് പറയണ സോ മച്ച് ഓഫ് ഡ്രാമ, എന്നെ തലയിട്ട് പോയിട്ട് അവൾ അവിടെ പോയി ഇരുന്ന് കരയണം. അപ്പൊ ഈ നിവീനൊക്കെ ജിസേലിന്റെ കൂടെ നിൽക്കണേ, ജിസേലിനെ തലയിട്ട് പോയിട്ട് അവള് ഡ്രാമ കളിക്കണം. നമ്മള് ചെയ്യാത്തൊരു കാര്യം നമ്മളുടെ മേലിലേക്ക് അടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആർക്കായാലും ചിലർക്ക് സങ്കടം വരും, ചിലർക്ക് അഗ്രസീവായി പ്രതികരിക്കും, അങ്ങനെയൊക്കെയാണ്. അതാണ് അവിടെ നടന്നത്. പക്ഷെ അവർ ഡ്രാമയാണ്, എത്രയോത്തോളം കള്ളങ്ങൾ ചെയ്യുന്നതാണ് ജിസേൽ, റൂൾ ബ്രേക്കിംഗ് ഒക്കെ. ആ ജിസേലാണ് അത് തെളിയിക്കാൻ നോക്കിയ അനുമോളിന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരാൾക്ക് വിഷമമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ജയിൽ ടാസ്കിൽ തന്നെ നിവീന് 12 വോട്ടാണ് കിട്ടിയത്, രേണുവിന് 8 വോട്ട്, സരികക്കും അനുവിനും 4 വോട്ട് വെച്ചിട്ടാണ് കിട്ടിയത്. ഈ 3 പേരാണ് ജയിലിലേക്ക് പോകേണ്ടത്, കൂടുതൽ വോട്ട് കിട്ടിയത്. അപ്പോൾ 2 പേർക്കും ഒരേ വോട്ടായതുകൊണ്ട് 2 പേരിൽ ആരെങ്കിലും സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ സരികനെയാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. അങ്ങനെ നിവീനും രേണുവും ജയിലിനകത്തും സരിക ജയിലിന് പുറത്തുമാണ്
കഴിയേണ്ടത്. വീട്ടിനകത്തേക്ക് കയറാൻ പാടില്ല സരികയ്ക്ക്, വീടിന് പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ജിസേൽ ക്യാമറക്ക് മുന്നിൽ നിന്ന് പറയണ്, അനു എന്നെ ഇടിച്ച്, നിങ്ങൾ കണ്ടതല്ലേ, പ്ലീസ് ഇതിനൊരു ആക്ഷൻ എടുക്കണം. ഒരിക്കൽ അടിച്ചിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവളത് ചെയ്യും. അപ്പം പിന്നെ ഞാൻ പ്രതികരിക്കും, അതെങ്ങനെയെന്നറിയില്ല. ആ സമയത്ത് നിങ്ങൾ അത് വലിയ ഇഷ്യൂ ആക്കരുത് എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനോട് പോയി പറയാണ്. എന്തിനെ എങ്ങനെ ആക്കി. നമുക്ക് എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണല്ലോ, കാണാൻ നമുക്ക് എന്താവും ഇതിൻ്റെയൊക്കെ കൺക്ലൂഷൻ എന്ന്. തീർക്കും നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അനു കരയുന്നുണ്ട്, അപ്പുറത്ത് കരയുന്നത് കാണിക്കുന്നുണ്ട്. എനിക്ക് പറ്റൂല, ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഫുഡൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല, വെറുതെ പറയണേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്നിട്ട് ആര്യനോട് വഴക്കിടുകയാണ്. കാരണം ഒരു വോട്ടിനാണ് സരികയും അനുമോളും മാറിപ്പോയത്. ഒരു വോട്ട് കൂടുതലാണെങ്കിൽ അനുമോളാണ് ജയിലിൽ പോകേണ്ടത്. അപ്പം ആര്യനോട് നമ്മുടെ ജിസേൽ ചോദിക്കണേ, എന്തിനു നീ അനുമോളിനെ സപ്പോർട്ട് ചെയ്യണേ, അവള് കള്ളത്തരം ചെയ്തിട്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കിടേനെ. ആര്യൻ അനുമോളിനെ സപ്പോർട്ട് ചെയ്തത് ജിസേലിന് ഇഷ്ടമായിട്ടില്ല, അതാണ് ഇവിടെ വഴക്ക. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അത് എൻ്റെ തീരുമാനമല്ലേ, അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്, ഞാൻ ആർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരോട് വഴക്കിടുന്നുണ്ട് ജിസേൽ. എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും വഴക്കിടും പറഞ്ഞിട്ടാണോ ഇനി എല്ലാവരും ജിസേലിൻ്റെ പുറകെ തന്നെ നിൽക്കുന്നത് എന്നറിയില്ല. അടുത്തത് കാണിക്കുന്നത് ബിൻസിനോട് സരികനെ എന്തിന് ചെയ്തു എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അനുമോളിനെ ജയിലിലേക്ക് അയക്കണം. അനുമോളിനെ ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, ജിസേലിനെ പറയണതുകൊണ്ടും ചെയ്യണതുകൊണ്ടും. അനുമോൾ ചെയ്യണത് എന്താ, ചെയ്യുന്ന റൂൾ ബ്രേക്ക് എന്താണോ അത് തുറന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് അവർ വിചാരിക്കുന്നത് എന്താ, ജിസേലിനോട് അസൂയ തോന്നിയിട്ടാണ് അനുമോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതിനാണ് എല്ലാവരും റൗണ്ടായിട്ടിരുന്നത്. ഇങ്ങനൊരു അഗ്രസീവായി അറ്റാക്ക് ചെയ്ത ഒരാളിനെ അല്ലേ ജയിലിലേക്ക് അയക്കേണ്ടത്, എന്തിന് സരിക ചേച്ചിനെ ജയിലിലേക്ക് അയക്കുന്നു എന്നൊക്കെയാണ് ചോദ്യം. അവിടെ ബിൻസിനോട് ചോദിച്ചപ്പോൾ ബിൻസി സരിക ചേച്ചിനോട് പറഞ്ഞെന്ന് അപ്പുറത്ത് നിന്നിട്ട്, അത് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണമാണ് സരിക ചേച്ചി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ സംസാരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം അനുമോളിനെ, ഒരു ലവ് ട്രാക്കിലേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു കുളത്തൊക്കെ അവിടെ ഇട്ട് വെക്കുന്നുണ്ട് അവരുടെ ഇടയിലുള്ള ആ സംസാരത്തിൽ. അപ്പം ആര്യൻ പറയുന്നുണ്ട്, എനിക്ക് മനുഷ്യത്വപരമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ അനുമോളിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട്, നിനക്ക് ഇത്തിരി ഹ്യൂമാനിറ്റി കൂടുതലായി തോന്നുന്നുണ്ട് ഒരാളുടെ മേലിൽ മാത്രം എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചത് മൈജിക്കുള്ള ഒരു സ്പോൺസേർഡ് ടാസ്ക്കാണ്. ആഡ് സോങ്ങിൽ പെർഫോം ചെയ്യണം. അത് എ ടീം ബി ടീം എന്ന് പറഞ്ഞിട്ട് 7 കണ്ടസ്റ്റൻസ് ആയിട്ട് തിരിയണം. അവർ പെർഫോം ചെയ്യണം, 2 പേര് ജഡ്ജ്, അങ്ങനെയൊക്കെയാണ്. അതിൽ എ ടീം പെർഫോം ചെയ്തത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അവർക്ക് തന്നെ വിന്നർ ആവുകയും ചെയ്തു. എന്നിട്ട് ജയിലിലേക്കുള്ളവർക്കുള്ള ടാസ്ക്കാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നാരങ്ങയും നെല്ലിക്കയും ഉണ്ടാവും. ജയിലിൻ്റെ പുറത്ത് കുറച്ച് മാറി 2 ഭരണി വെച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് ഈ നെല്ലിക്ക എടുത്തിങ്ങനെ എറിയണം, ഭരണിയിലേക്ക് വീഴണം. ആ ഭരണി നിറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ മാറിയിട്ട് മുളക് പൊടിയും ഉപ്പും വെച്ചിട്ടുണ്ടാവും. അത് ഇവർ ജയിലിൽ നിന്ന് ഓടി ഇറങ്ങി കൊണ്ടുവന്ന് ഈ ഭരണിയിലേക്ക് ഇടണം. ഇത് പുറത്തുള്ള സരിക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവർ ഈ ഭരണിയിലേക്ക് എറിയുന്നുണ്ടല്ലോ, എറിയുന്ന പുറത്ത് പോകുന്ന സാധനങ്ങൾ, ഇപ്പോൾ നെല്ലിക്ക എറിഞ്ഞു, നെല്ലിക്ക പുറത്തേക്കാ പോയി ഭരണിക്ക് വീണില്ലെങ്കിൽ അത് പെറുക്കിയെടുത്ത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് സരിക ചെയ്യേണ്ട ജോലി. അപ്പോൾ ഇട്ടുണ്ട്, കുറേ നേരമൊക്കെ ഇട്ട് ശരിയായതിന് ശേഷം മറ്റേ നമ്മുടെ രേണു സുധിൻ്റെ ഒരു ഡയലോഗ്, രേണു ഫ്ലവർ അല്ലടാ ഫ്ലവർ, ഫയർ ആടാ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് രേണു. അത് കാണിച്ചിട്ട് അപ്പോൾ ഇനി പുറത്തേക്ക് വരണം, പുറത്തേക്ക് വന്നിട്ട് അച്ചാറും നമ്മുടെ ഉപ്പും എടുത്തിട്ട് പോകണം. അത് 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഓടണം. ഈ ഫയർ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഓടി വന്ന് ദേ കിടക്കുന്നു, എന്താ പറയുക, കാവടി തുള്ളി വന്ന ആൾ ട്രാജഡി ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഈ ഫയറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി വന്നിട്ട് അവിടെ വീണുപോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എണീച്ച് പോയി ഇടുമ്പോഴത്തേനും ടൈം കഴിഞ്ഞു. അങ്ങനെ കുറേ സമയം റിപ്പീറ്റ്ലി അവർ ചെയ്ത് ഒരു 12:30 ആയപ്പോഴാണ് ആ ടാസ്ക് അവർക്ക് തീർക്കാൻ പറ്റിയത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു റോബോട്ടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇതുവരെ നമ്മൾക്ക് ഇവിടെ എപ്പിസോഡിലും ലൈവിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിനി എപ്പോഴാണ് കയറ്റി വിടുക എന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഈ ആഴ്ചയിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.